ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിന്റെ പ്രധാന ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഊശാന ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനെ കഴുതപ്പുറത്ത് വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് പറവീൻ. ജനം തടിച്ചുകൂടിയിരിക്കുന്നു. തിരുക്കുകൾക്കിടയിൽ ഞെങ്ങി അമർന്നാലും കർത്താവിന് ജയഘോഷം അർപ്പിക്കുന്നു. കർത്താവിൽ നിന്ന് അവർ ചെറുതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. യെരുശലേം നഗരം ഇളകി. യേശുവിന് ഹോശന്ന, രാജാവിൽ നിന്നുള്ള രക്ഷ. ഇതൊരിക്കലും അപ്രതീക്ഷിതമല്ല. കാരണം 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സെഖര്യാവും യെശയ്യാവും ഇത് പ്രവചിച്ചതാണ്. സിയോൻ പുത്രിയെ രക്ഷിക്കാൻ കഴുതപ്പുറത്ത് വരുന്ന രാജാവ്. യേശുവിന്റെ രാജ്യത്വം അംഗീകരിക്കപ്പെടും. 2000-ലേറെ വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിന്റെ നിലവിൽ മറിച്ചല്ല. നിത്യമായ രക്ഷ, പാപികൾക്ക് രക്ഷ, ദരിദ്രർക്ക് രക്ഷ, തളർന്നവരെ രക്ഷ, മാത്രമല്ല ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർക്ക് രക്ഷ. കേവലം ഒരു എഴുന്നള്ളത്തിനെ കുറിച്ച് മാത്രമല്ല യേശുക്രിസ്തു എന്ന് പറയുന്നത്, മറിച്ച് അത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കും ഞരമ്പുകളിലേക്കുമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ നിത്യമായ രക്ഷ നൽകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി പോലും നിത്യമായ സമാധാനം താൻ നൽകാമെന്ന് പ്രസംഗിച്ചിട്ടില്ല. കാരണം അത് യേശുക്രിസ്തുവിനാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവന്റെ എഴുന്നള്ളത്ത് മരണത്തിലേക്കല്ല, മറിച്ച് അവന്റെ നിത്യജീവിതത്തിന്റെ അവകാശത്തിലേക്കുള്ള ഒഴുക്കിലേക്കാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിജയത്തിന്റെ അടയാളമായ കുരുത്തോലയും എളിമയുടെ അടയാളമായ കഴുതയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ എഴുന്നള്ളത്തിന്? യെരുശലേം നഗരം ഇനിയോളം ഇല്ലാത്ത വിധത്തിലും ഇനി ഉണ്ടാകാത്ത വിധത്തിലും ഒരുങ്ങിയത് യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമാണെന്ന യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കാനാവുക? നമുക്ക് യേശുക്രിസ്തുവിൽ കൂടി മാത്രമുള്ള രക്ഷയ്ക്കായി ഒരുങ്ങാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഊശാന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.